ഡിമെൻഷ്യയെക്കുറിച്ചുള്ള എൻ്റെ റീൽസും എൻ്റെ കണ്ടൻറ്റും ഒക്കെ കൂടുതലും കാണുന്നതും കമൻറ്റ്സ് ചെയ്യുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതുമൊക്കെ 50 വയസ്സിന് മുകളിലുള്ളവരാണ്. 50, 60, 70 ആ ഒരു ഏജ് റേഞ്ചിലുള്ളവരാണ് കൂടുതലും. പിന്നെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി ടോക്സ് കൊടുക്കാറുണ്ട്, ഡിമെൻഷ്യ അവയർനെസ് ടോക്സ്. അപ്പോഴും ഓഡിയൻസ് കൂടുതലും മെജോറിറ്റിയും ഈ 50 മുകളിലുള്ളവരാണ്. അപ്പോൾ ഞാൻ ഒരു ഇൻഫോർമൽ സർവേ എന്ന പോലെ ഞാൻ ഈ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത്, ഈ 20s 30s അടുത്ത് ഞാനൊന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിതിൽ ഇൻട്രസ്റ്റ് അധികം ഇല്ലാത്തതാണോ, എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇറ്റ്സ് ടു ഏർലി ഫോർ അസ്. ഞങ്ങളുടെ 20s 30s കുറച്ചുകൂടി ഒരു 40കളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, ഡിമെൻഷ്യ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റേറ്റീവ് മെഷേഴ്സൊക്കെ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരിക്കലും ടു ഏർലി അല്ല. കാരണം ഡിമെൻഷ്യ, പല സ്റ്റഡീസ് പറയുന്നത് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ നമ്മളൊരു 10-20 വർഷം മുമ്പേ കണ്ടു തുടങ്ങുന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മൾ ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അറിയാറ് പോലുമില്ല. ചെറിയ ചെറിയ ഓർമ്മക്കുറവുകളായിരിക്കാം, നമ്മളത് പക്ഷേ ലൈറ്റായിട്ട് എടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിലും ബോഡി ഫങ്ഷനിങ്ങിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ നമുക്ക് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. പക്ഷേ ഈ ഡിമെൻഷ്യയുടെ കേസിൽ ക്യൂർ ഇല്ല. അതുകൊണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. എത്രയും നേരത്തെ നമ്മുടെ 20s 30s നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമെൻഷ്യ വരുന്നത് കുറേ കാലം കൂടി അങ്ങോട്ട് തള്ളി നീക്കാൻ സാധിക്കും. നമുക്ക് ഡിമെൻഷ്യ വരുന്നത് ഡിലേ ചെയ്യിക്കാനായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന 14 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ 14 റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. ആ 14 റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് എത്രയും നേരത്തെ നമ്മുടെ ഏർലി 20s ഈവൻ ടീനേജിൽ വരെ നമുക്ക് തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് ദർ ഇസ് നോ സ്പെസിഫിക് ഏജ് ലിമിറ്റ് ഫോർ ഗെറ്റിംഗ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഡിമെൻഷ്യ. നമുക്ക് എത്രയും നേരത്തെ തുടങ്ങും അത്രയും കാലം നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിമെൻഷ്യ വരുന്നത് കുറേ കാലം കൂടി നമുക്ക് തള്ളി നീക്കാൻ പറ്റും. ഇനി ആ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന 14 റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറയാം.